അടുത്തൊരു ചോദ്യമുള്ളത് 2 ആൺമക്കളുള്ള ഒരു രക്ഷിതാവിൻ്റെ ചോദ്യമാണ്. മൂത്ത മകനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. നന്നായിട്ട് പഠിക്കുമായിരുന്നു സ്കൂൾ പഠനകാലത്ത്. എന്നാൽ +2 കഴിഞ്ഞ് എൻജിനീയറിംഗ് കോളേജിൽ ചേർന്ന 1-ാം വർഷം കഴിഞ്ഞ ശേഷം പിന്നീട് കൊറോണ കാലഘട്ടമായി. അപ്പോൾ മൊബൈൽ ഫോൺ വഴിയായി പഠനം. ഇപ്പോൾ കോഴ്സ് തീർന്നിട്ട് വീട്ടിൽ തന്നെ ഇരിപ്പാണ്. ഏത് സമയവും മൊബൈലിലാണ്. കുറച്ച് വിഷയം സപ്ലി എഴുതിയെടുക്കാനുണ്ട്, അത് പഠിക്കുകയാണെന്ന് പറഞ്ഞ് മൊബൈൽ നോക്കിയിരിക്കുകയാണ്. PSC പരീക്ഷയ്ക്ക് പഠിക്കുക എന്ന് പറയും. വീട്ടിൽ നിന്ന് വല്ലപ്പോഴും മാത്രം പുറത്തു പോകും. വെള്ളിയാഴ്ച മാത്രം പള്ളിയിൽ പോകും. ആഹാരം വേണ്ട, പുറത്തിറങ്ങണ്ട, ആരോഗ്യം കുറഞ്ഞു. ഡോക്ടർമാർ കൗൺസിലിംഗ് ചെയ്തു. അവരുടെ ചോദ്യത്തിന് ശരിയായി മറുപടി പറഞ്ഞു. ഈ പയ്യന് യാതൊരു കുഴപ്പവുമില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത്. വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും രോഗം വരുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. കുറച്ച് ദൂരം മാത്രമേ, 1/2 കിലോമീറ്ററിൻ്റെ താഴെയാണ് പള്ളിയിലേക്ക് ദൂരമുള്ളൂ. എങ്കിലും ഏതെങ്കിലും സമയത്ത് പള്ളിയിൽ പോകാൻ പറഞ്ഞു. ബാങ്ക് വിളിക്കുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് വേഗം നിസ്കാരം നടത്തും. ഇദ്ദേഹവും ഭാര്യയും ഒക്കെ നിസ്കരിക്കുന്നവരും രാത്രി ഖുർആൻ ഓതുന്നവരും രാവിലെ പുലർച്ചെ തഹജ്ജുദ് നിസ്കരിക്കുന്നവരുമാണ്. പള്ളിയിൽ പോയി നിസ്കരിക്കുന്നതിനെക്കുറിച്ച് ഉപദേശിക്കാറുണ്ട്, അനുസരിക്കാറില്ല. രാത്രി താമസിച്ച് കിടക്കും. സുബഹി നിസ്കാരമില്ല. നിസ്കരിക്കാതെ എക്സാം എഴുതിയാൽ പാസ്സാകില്ല എന്ന് പലതവണ ഉപദേശിച്ചു, അനുസരിക്കാറില്ല. യാതൊരു പ്രയോജനവുമില്ല. എങ്കിലും ഏതെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞു. ഒന്നും ചെവി കൊള്ളാൻ തയ്യാറല്ല. ദുനിയാവിലുള്ള രോഗം, പരലോകത്തുള്ള ശിക്ഷ എന്നിവയെക്കുറിച്ച് യാതൊരു വേവലാതിയും മകനില്ല. ഞാൻ ധർമ്മസങ്കടത്തിലാണ്. പ്രതീക്ഷ നൽകുന്ന ഉപദേശം അങ്ങയിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്നു. ഒരു ഉപ്പയുടെ വിഷമാണ്. അതെ 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 പിന്നെ ഏതൊരു വ്യക്തിക്കും അവൻ്റെ ജീവിതത്തെക്കുറിച്ച് ചില ആശങ്കകൾ, ചില പ്രതീക്ഷകൾ ആർക്കുണ്ടാവുമല്ലോ. അപ്പോൾ ഈ കുട്ടിയിൽ അത് കാണുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരത്ഭുതം. എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ഇപ്പോൾ ഒരു അസുഖമായാൽ പോലും വീട്ടിൽ എത്ര ദിവസം നമുക്ക് അടങ്ങി ഒതുങ്ങി നിൽക്കാൻ കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒരാൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നു. ആരോഗ്യപരമായി അവൻ തളർന്നു പോകുന്നു. അവൻ്റെ പരീക്ഷകൾ അവൻ പാസ്സാകാതിരിക്കുന്നു. അവൻ്റെ ഭാവി ജീവിതത്തെക്കുറിച്ച് അവനെന്തല്ല യാതൊരു വേവലാതിയും ഇല്ലാതാകുന്നു. അവൻ്റെ മതപരമായ കർത്തവ്യങ്ങളെക്കുറിച്ച് അവൻ വിസ്മരിക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി സമ്പൂർണ്ണമായും നശിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താണ് ഇതൊക്കെ ഇവനൊരു ത്രില്ലായി കൊണ്ടുനടക്കുകയാണെന്നുള്ളതാണ്. ഇവൻ യഥാർത്ഥത്തിൽ പരാജയപ്പെട്ട നിസ്സഹായനായ ഒരു മനുഷ്യനാണ്. അവൻ എങ്ങനെ തിരിച്ചു വരണമെന്ന് അറിയില്ല. നീ ഒരു പരാജയത്തിലാണ് എന്ന് അവനെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയും ശാസിക്കുകയും മാത്രമാണ് പാരൻസ് ചെയ്യണത്. നമ്മളൊരിക്കലും ഈ പാരൻസിനെ കുറിച്ചല്ല പറയണം. ഇത്തരം പരാജിതരായി രോഗികളായി മനസ്സ് തകർന്ന് കിടക്കുന്ന യുവാക്കളെ അല്ലെങ്കിൽ യുവതികളെയൊക്കെ എന്ത് ചെയ്യണം, പാരൻസ് നടത്തുന്ന പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരുന്നാൽ പറ്റൂ, എൻ്റെ പരീക്ഷ എന്തായി, എത്ര പൈസ നമ്മൾ ചിലവാക്കി, ഇനി എന്താവുക, ഇപ്പോൾ എനിക്ക് എത്ര വയസ്സായി, ആരാണെനിക്ക് പെണ്ണെട്ടിച്ചേരുക, ഇങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കണം. ഇതൊരു പരിഹാരമല്ലല്ലോ. ഇപ്പം ഞാനൊരു പരാജയത്തിൽ തന്നെയാണ് എന്ന് ആവർത്തിച്ച് അവനെ ബോധവൽക്കരിക്കുക ഓർമ്മപ്പെടുത്തുക മാത്രമേ ഈ പാരൻസിന് ചെയ്യാനുള്ളൂ. ഈ ഏത് പാരൻസും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ അടുത്തൊരു ദിവസം ഇതേപോലെ നല്ല ഉയർന്ന റാങ്കിൽ എൻട്രൻസ് പരീക്ഷയിൽ പാസ്സായി കേരളത്തിന് പുറത്തൊരു വലിയ മെഡിക്കൽ കോളേജിൽ ഏതോ 23ാമത്തെ റാങ്കോ 26ാമത്തെ റാങ്കൊക്കെ ആയിട്ട് സെലക്ഷൻ കിട്ടിയ ഒരു വിദ്യാർത്ഥി. അവൻ്റെ കൂടെ ഉള്ളവരെല്ലാം ഈ ഇയറിൽ പാസ് ഔട്ട് ആവാൻ പോവുകയാണ്. അവനിപ്പം 3rd ഇയറിലാണ് MBBS. അപ്പോൾ അവൻ അവസാനം അവൻ്റെ കോളേജിൽ നിന്ന് കൊടുത്തിട്ടുള്ള വാണിങ്, ഈ എക്സാമും കൂടി നിനക്ക് പാസ്സാകാൻ പറ്റിയില്ലെങ്കിൽ നീ ഡോക്ടർ ആവില്ല എന്നാണ്. അപ്പോൾ രക്ഷിതാക്കൾ ഇങ്ങനെ 4 ഭാഗവും പാഞ്ഞ് നടക്കുകയാണ് അവൻ്റെ ചികിത്സയും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ രക്ഷിതാവ് വന്നു, ഇവനെ കൂട്ടി വന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഈ ഒരു ആശയമുള്ളത്, അതായത് അവനൊരു ജീവിതത്തിൽ നിന്ന് നിസ്സഹായതയിൽ ഞാൻ എങ്ങനെ കരകയറും എന്നറിയാതെ ഇരുട്ടിൽ തപ്പി നിൽക്കുകയാണ്. അപ്പോൾ അവനൊരു വഴി കാണിക്കാമെന്ന് പറഞ്ഞാൽ അവൻ പ്രതീക്ഷയോടെ വരും എന്ന് നമുക്കറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് വന്നപ്പോൾ രക്ഷിതാവ് എന്നോട് പറഞ്ഞു, ഇവൻ്റെത് എന്താണ് ഇവൻ്റെ പ്രശ്നം മനസ്സിലായില്ല. അപ്പോൾ മൊബൈൽ നോക്കി ഇങ്ങനെ ഇരിക്കും ഈ പറഞ്ഞമാതിരി. അവൻ പരീക്ഷയ്ക്ക് പഠിക്കുന്നുണ്ട് ഞങ്ങൾ വിചാരിക്കണേ, അവനെപ്പോഴും വായിക്കണത് കാണാം, പക്ഷെ പരീക്ഷയ്ക്കും പാസ്സാകില്ല. അവൻ ഭയങ്കര ബ്രില്യൻ്റാണ്. അതുകൊണ്ടല്ലേ അവൻ 23ാമത്തെ റാങ്കൊക്കെ ആയി പാസ്സായത്. അപ്പോൾ ഞാൻ ഇവന് എൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, നിനക്കൊരു പ്രശ്നമുണ്ട്, അതെന്താണെന്ന് നിനക്കറിയാം.
നല്ല ബ്രൈറ്റ് ആയിരുന്ന നിനക്ക് വന്ന ഒരു ഡൈവേർഷൻ മാറ്റം അത് എന്ന് മുതലാണ്, എന്താണ് കാരണം എന്ന് ഒരിക്കലും നിനക്ക് അറിയാതിരിക്കില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാണ്, ഇപ്പം നീ എൻ്റെ മുന്നിൽ ഇരിക്കുകയാണ്, നിൻ്റെ പ്രശ്നം എന്താണെങ്കിലും അത് സത്യസന്ധമായി നീ പറഞ്ഞാൽ അതിന് ഇവിടുന്ന് പരിഹാരം ഉണ്ടാവും. ഈ നീ പറയുന്നത് എന്ത് തന്നെ ആയിരുന്നാലും നിൻ്റെ പാരൻസുമായിട്ട് അതെന്ത് ചെയ്യൂല, നമ്മൾ ഷെയർ ചെയ്യൂല, നിനക്ക് പറയാം. അപ്പോൾ രക്ഷിതാവ് ഇവനെ കൊടുന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഇവൻ ഒരിക്കലും ഞങ്ങൾ ഇതുവരെ ഒരു കൗൺസിലിങ്ങിന് കൊണ്ടുപോയാലും ഒരാളുടെ മുന്നിൽ സംസാരിക്കൂല എന്ന്. മനസ്സിലേ? പക്ഷേ ഞാനിത് പറഞ്ഞു കഴിഞ്ഞേക്കും അവൻ വളരെ വാചാലമായി സംസാരിച്ചു. മാത്രമല്ല അവനാണ് ഏറ്റവും അധികം സംസാരിച്ചത്. ഞാൻ തിരിച്ചവന് മറുപടി പറയാൻ വേണ്ടി അവൻ്റെ സംസാരത്തെ ബ്രേക്ക് ചെയ്യിപ്പിച്ചിട്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് വളരെ വ്യക്തമായിട്ട് അവൻ പറഞ്ഞു, ഞാൻ എൻട്രൻസിന് പഠിക്കുന്ന സമയത്ത് എനിക്ക് ചെറിയ ടെൻഷൻ ഉണ്ടാകും. അപ്പോൾ ഞാൻ ചെറിയ റീൽസും സിനിമേൻ്റെ ഷോർട്സും ഒക്കെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, റിലാക്സേഷനുള്ള എൻ്റെ ഒരു വഴിയായിട്ട് ഞാൻ മൊബൈലിനെ സ്വീകരിച്ചു. അന്ന് ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചിരുന്നു, നിസ്കാരമൊക്കെ ഉണ്ടായിരുന്നു. ക്രമേണ ഞാൻ നിസ്കാരങ്ങൾ ഒഴിവാക്കി, 5 നേരം നിസ്കാരം ഒഴിവാക്കി, തഹജ്ജുദ് ഒഴിവാക്കി, നോമ്പിന് പോലും ഞാൻ നോമ്പില്ലാത്തൊരവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഞാൻ കോളേജ് പോയപ്പോൾ എന്ത് ചെയ്തു, കുറച്ചുകൂടി സ്വാതന്ത്ര്യം കിട്ടി. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, കൊറിയൻ ഫിലിംസ്, മ്യൂസിക്കുകൾ ഉള്ളിലേക്കൊക്കെ പോയി. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെന്താണ്, ഫോണിൽ നിന്ന് മാറി നിൽക്കാൻ എനിക്ക് പറ്റുന്നില്ല. പിന്നെ അവൻ എന്ത് ചെയ്തു, പോൺ സൈറ്റുകളിലെത്തി, അശ്ലീല ഫിലിമുകൾ കാണാൻ തുടങ്ങി, അതിൻ്റെ അഡിക്ഷനിലെത്തി. പിന്നെ അതിലൂടെ മാസ്റ്റർബേഷനിലേക്ക് എത്തി, ലൈംഗികമായ വൈകൃതങ്ങളിലേക്ക് വഴി നടത്തി. ഇപ്പോൾ അവൻ്റെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ വൈകൃതങ്ങളൊക്കെ ആസ്വദിക്കുക എന്നതിലപ്പുറം അതൊക്കെ അവൻ ഭയങ്കര ടെൻഷനിലാണ്. കാരണം എന്താ ടെൻഷൻ, ഒന്ന് അവൻ്റെ ഭാവി ജീവിതത്തിൻ്റെ വലിയൊരു കോഴ്സ് അപ്പുറത്ത് വിജയിക്കാൻ കിടക്കുന്നതിൻ്റെ ടെൻഷൻ, ഇപ്പുറത്ത് നല്ല ഒരു വിശ്വാസിയായി ജീവിച്ചതിൽ നിന്നും വ്യതിചലിച്ചു പോയതിൻ്റെ അങ്ങേയറ്റത്തെ മനസ്സാക്ഷി കുത്ത്, ഇതിൽ പാരൻസ് രാവും പകലിരുന്നിട്ട് ഇവനെ ഓർത്ത് കരയുന്നതിൻ്റെ വേദനകൾ, ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ പ്രതിസന്ധികളിലാണ് അവൻ ജീവിക്കുന്നത്. അപ്പോൾ ഇതിന്നൊക്കെ അവന് കയറാൻ ഒരു പ്രശ്നമല്ല. അവൻ പഴയ മുമ്പുണ്ടായിരുന്ന അതേ ദീനീ മനസ്സിലേക്ക് നിസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെ തിരിച്ചു കൊണ്ടുവരിക. തൽക്കാലം മൊബൈൽ എന്ത് ചെയ്യുക, ഒരു 4 മാസത്തേക്ക് എന്ത് ചെയ്യുക, ഓഫാക്കിയിടുക. ഒരു കമ്പ്യൂട്ടർ എടുത്ത് വെച്ചിട്ട് ഓപ്പൺ ആയിട്ട് എന്ത് ചെയ്യുക, അവനവന് പഠിക്കാൻ ആവശ്യമുള്ള കാര്യങ്ങൾ നെറ്റ് ഉപയോഗിച്ചിട്ട് സെർച്ച് ചെയ്യുക. ഇത്രേ ചെയ്യേണ്ടുള്ളൂ. അപ്പോൾ അവനോട് ഞാനിതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഇനി ഓക്കെ, ഇനി എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ റെഡി ആയിക്കോളാം. ഞാൻ പറഞ്ഞു, എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അവൻ ഇനി ചേഞ്ച് വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ഒരാഴ്ച കഴിഞ്ഞ് എന്നെ വിളിക്കും, നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. ഇതല്ലാത്ത പരിഹാരമുണ്ട്. അവരിതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിക്കണം എന്താണ്, അതോടെ റെഡിയായി പോയിട്ടുണ്ടായിരിക്കും എന്നാണ് വിചാരിക്കണം. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഈ പാരൻസുമായി കുട്ടികൾക്ക് ഇതൊക്കെ പറയാൻ പറ്റും. ഞാൻ പോൺ സൈറ്റ് കാണുകയാണ്, ഞാൻ മാസ്റ്റർബേറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ ഞാൻ ഇതൊക്കെ ചെയ്യാണ് എന്ന് ഏതെങ്കിലും രക്ഷിതാവിനോട് പറയുമോ? കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇവൻ്റെ പ്രശ്നങ്ങളെ കണ്ടുപിടിച്ച് അതിന് പരിഹാരമുണ്ടാക്കി തരാൻ പറ്റും എന്ന് പറയുന്നവരുടെ മുമ്പിൽ ഇവരെത്തുന്നില്ല. അപ്പോൾ ഇതുവരെ കൗൺസിലിങ്ങിന് പോയിട്ട് എന്താണ്, ആ കൗൺസിലേഴ്സ് ജനറലായി ചിന്തിക്കുന്ന ആൾക്കാർ, സൈക്കോളജിസ്റ്റുകൾ, അവർ ചിന്തിക്കുന്ന ഏരിയ വേറെയാണ്. അവൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ, അവൻ ഡ്രഗ്സിന് വല്ലതും അഡിക്റ്റ് ആണോ, അല്ലെങ്കിൽ അവന് വല്ല ബുദ്ധിമാന്യം സംഭവിച്ചിട്ടുണ്ടോ, ഇതൊക്കെയാണ് അവർ പരിശോധിക്കുന്നത്. അങ്ങനത്തെ ഒരു പ്രശ്നം ഇവനില്ല. അതായത് മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതാണ് ഇത്തരം തിന്മകളും നിഷിദ്ധങ്ങളും. അത് വരുന്നതോടെ നമ്മുടെ മനസ്സും ശരീരമൊക്കെ എന്ത് ചെയ്യും, തകർന്നു പോകും. അവൻ രോഗിയായി മാറും. അവൻ ശരിക്കും ഒരു രോഗിയാണ്. മനസ്സിൻ്റെ രോഗം അവൻ്റെ ശരീരത്തെ തളർത്തിയത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ ജീവിതത്തിൻ്റെ ശരിയായ വഴിയിൽ നിന്നും വഴിതെറ്റിപ്പോകുമ്പോഴുണ്ടാകുന്ന ഒരവസ്ഥയാണിത്. അപ്പോൾ എല്ലാം നശിക്കും. പാരൻസ്, റിലേഷൻ, ജോലി, പഠനം, എല്ലാത്തിനെയും അത് പ്രതികൂലമായി ബാധിക്കും. അതേപോലൊരവസ്ഥ ഈ കുട്ടിക്ക് വന്നു എന്ന് വിചാരിക്കാനേ തരമുള്ളൂ. അവനെ എൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടെന്നുള്ള പ്രതീക്ഷ കൊടുത്ത് അവനെ ദീനിയായ ഒരു ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന് അവൻ്റെ ഈ പരീക്ഷകളൊക്കെ പാസ്സായി പോകാനോ, അല്ലെങ്കിൽ അവന് ഭാവി നന്നാവാൻ വേറെ കോഴ്സുകളൊക്കെ കണ്ടുപിടിച്ച് ഒരു കരിയർ ഗൈഡൻസ് ഒക്കെ കൊടുക്കാൻ പറ്റിയ ഒരു കൗൺസിലറെ കണ്ട് അവൻ്റെ കോഴ്സ് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് നല്ലൊരു പ്രതീക്ഷയോടെ അവനൊരു വഴി കാണിച്ചു കൊടുത്താൽ അവൻ തിരിച്ചു വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമല്ലേ. മാതാപിതാക്കൾ പലപ്പോഴും കുറ്റപ്പെടുത്തുന്ന ആളുകളായി മാത്രം മാറുന്നു എന്നതാണ് അതിലെ പ്രധാനപ്പെട്ട പ്രശ്നം. അതിനപ്പുറത്ത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കണ്ടെത്തി അതിന് പരിഹാരം നിർദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കാൻ കഴിവുള്ള ആളുകളുടെ അടുക്കലേക്ക് എത്തിക്കുന്ന ആളുകളായി മാറുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിന് പരിഹാരമാകും. എനിക്ക് ശ്രോതാക്കളോട് സൂചിപ്പിക്കാനുള്ളൊരു കാര്യം, നിങ്ങൾ ഇതിൻ്റെ കേൾക്കുന്ന ആളുകളാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ ഈ രൂപത്തിലുള്ള പരിഹാരങ്ങൾ കണ്ടെത്തുകയും ഇതേ പ്രശ്നം അനുഭവിക്കുന്ന ആളുകൾക്ക് ഇന്ന പ്രോഗ്രാമിൽ ഞാനൊരു പരിഹാരം കണ്ടെത്തിയിരുന്നു എന്ന് പറഞ്ഞത് അവർക്ക് നൽകുകയും അത്തരം പരിഹാരങ്ങൾക്ക് ശ്രമങ്ങൾക്ക് നമ്മൾ സഹായികളാവുകയും ചെയ്യണമെന്നാണ്.